Blessing today. എൻ്റെ പേര് ബാബു. ഞാൻ ദിവസവും ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കാണാറുണ്ട്. നല്ല അടിപൊളി പ്രോഗ്രാം. This program is sponsored by ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ ബുധനാഴ്ചയിലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള റോസ് ലൂയിസ് ആണ്. ആ കുടുംബം ഒറ്റയ്ക്കാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ കുടുംബത്തെ നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, റോസ് ലൂയിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ കർത്താവെ, തൻ്റെ ജോലിയിൽ കർത്താവെ കോൺഫിഡൻസ് ഉണ്ടാകട്ടെ, വിശ്വാസമുണ്ടാകട്ടെ, ഉറപ്പുണ്ടാകട്ടെ. ജീവിതത്തിലെ സ്ട്രെസ്സിൽ നിന്ന് കർത്താവെ പൂർണ്ണമായ വിടുതലുണ്ടാകട്ടെ. ആരോഗ്യത്തെ അങ്ങ് കൊടുത്ത് മാനിക്കണമേ. തൻ്റെ ഭർത്താവ് ഇമ്മാനുവേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലി, ഏറ്റവും നല്ലൊരു ജോലി കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആരോഗ്യത്തെ, അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള വിടുതലും കർത്താവ് കൊടുക്കണമേ. മക്കൾ ചോബറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൂക്കാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗാബ്രിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന കുഞ്ഞുങ്ങളായി, നല്ല ഭാവിയുള്ളവരായി അവർ തീരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, കടങ്ങളൊന്നുമില്ലാതെ തന്നെ കർത്താവെ, എല്ലാ കടങ്ങളിൽ നിന്നും മോചനത്തോടെ കർത്താവെ ഒരു നല്ല ഭവനം അവർക്കുണ്ടാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ പാരമ്പര്യ സ്വത്തിൻ്റെ കാര്യത്തിൽ കർത്താവെ ശരിയായ വിധത്തിലുള്ളൊരു വിധി അവർക്ക് നടപ്പാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ലോർഡ്. അവരുടെ സഹോദരൻ റിക്സണ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണമേ കർത്താവ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ആ മുഴു കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവിൽ ഉറച്ചു നിൽക്കാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനും കർത്താവെ നിത്യജീവനിലേക്ക് നയിക്കപ്പെടുവാനുമായി കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ റോസ് ലൂയിസിനെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് സിസ്റ്റർ റോസ് ലൂയിസിനോടുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ, ബ്രദർ ഡാമിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും കർത്താവ് അത്ഭുതകരമായി കരം നീട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുമായിട്ട് വലിയ സാക്ഷികളായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ സഹകരണത്തിനും നന്ദി അർപ്പിക്കുന്നു. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Jesus said his disciples that they would do greater things than he did in his ministry. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് താൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാർ ചെയ്യുമെന്നാണ്. You can read it in John chapter 14 and verse number 12. നിങ്ങൾക്ക് യോഹന്നന്റെ സുവിശേഷം 14:12 അത് വായിക്കാൻ കഴിയും. Very truly I tell you, whoever believes in me will do the works I have been doing, and they will do even greater things than these, because I am going to the Father. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. Hallelujah. Hallelujah. Jesus is not at all envious of our ministry. ഒരിക്കലും കർത്താവ് നമ്മുടെ ശുശ്രൂഷകളെ നോക്കി അസൂയപ്പെടുന്നവനല്ല. Fathers should be like this, mothers should be like this. പിതാക്കന്മാർ അങ്ങനെ ആയിരിക്കണം, മാതാക്കന്മാർ അങ്ങനെ ആയിരിക്കണം. We should not be like പെരുന്തച്ചൻ. പെരുന്തച്ഛനെ പോലെ ആകരുത്. Hallelujah. Hallelujah. We should be like Jesus. യേശുവിനെ പോലെ ആകണം. Hallelujah. Hallelujah. He says you will do greater things than what I did. അവൻ പറഞ്ഞു, നിങ്ങൾ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യും. Jesus ministered only for 3.5 years. യേശു 3.5 വർഷം മാത്രമേ ശുശ്രൂഷിച്ചുള്ളൂ. But many of us are doing even more than what
he did, more years than which he ministered. യേശു ശുശ്രൂഷിച്ചതിലും അധികം വർഷങ്ങൾ ദൈവത്തിനോട് ശുശ്രൂഷിക്കുവാൻ ഇന്ന് നമുക്ക് കഴിയുന്നു. Hallelujah. ഹല്ലേലൂയ. Greater miracles are happening today in the ministry of many men of God. ഒത്തിരി ദൈവപുരുഷന്മാരിലൂടെ കൂടുതൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിലും വലുത് നടക്കുകയാണ്. More people are getting saved today through the men of God. ഇന്ന് ദൈവപുരുഷന്മാരിലൂടെ അധികം ജനങ്ങൾ യേശുവിനെ അറിയുകയാണ്. Hallelujah. ഹല്ലേലൂയ. You know the story of Elijah and Elisha. നിങ്ങൾക്ക് ഏലിയാവിന്റെയും ഏലീശയുടെയും കഥ അറിയാമല്ലോ. Elijah was a mighty man of God. ഏലിയാവ് ദൈവത്തിന്റെ ശക്തനായ ഒരു വീരപുരുഷനായിരുന്നു. He moved in the supernatural. അവൻ പ്രകൃത്യാതീത തലങ്ങളിൽ He സഞ്ചരിച്ചവനാണ്. performed many miracles in his life. അത്ഭുതങ്ങളും അടയാളങ്ങളും തന്റെ ജീവിതകാലത്ത് ചെയ്തവനാണ്. Elisha was his disciple. ഏലീശ തന്റെ ശിഷ്യനായിരുന്നു. One day, ഒരു ദിവസം God decided to take up Elijah in a whirlwind. കർത്താവ് ഒരു ചുഴലിക്കാറ്റിൽ ഏലിയാവിനെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കുവാൻ തീരുമാനിച്ചു. Elijah asked his disciple Elisha, "What do you want me to do for you before I am taken up in glory?" ഏലിയാവ് തന്റെ ശിഷ്യനായ ഏലീശയോട് ചോദിച്ചു, ഞാൻ ദൈവമഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? He said, "Father." അവൻ പറഞ്ഞു, പിതാവേ. He called him father, spiritual father. അവൻ പിതാവേ, എന്റെ ആത്മീക പിതാവേ എന്നുള്ള അർത്ഥത്തിൽ പിതാവേ എന്ന് വിളിച്ചാണ്. I want the double portion of your anointing to come upon me. നിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാൽഭാഗമല്ല, അരക്കാലല്ല. I want the double portion of your anointing. നിന്റെ അഭിഷേകത്തിന്റെ കാലല്ല, അരയല്ല, മുക്കാലല്ല, നിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. We want such spiritual children today. ഇന്ന് അതുപോലുള്ള ആത്മീക തലമുറയാണ് നമുക്ക് ആവശ്യം. Hallelujah. ഹല്ലേലൂയ. All other sons of prophets started ridiculing him, mocking him. എല്ലാ മറ്റു പ്രവാചക ശിഷ്യന്മാരും അവനെ പരിഹസിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. But Elijah set a condition. പക്ഷേ അവൻ ഒരു ഉപാധി വെച്ചു. When the Lord will take me up in glory, if you see me that time, that moment, you will have it. ദൈവം എന്നെ എടുത്തുകൊണ്ടുപോകുന്ന ആ നിമിഷത്തിൽ നീ എന്നെ കാണുകയാണെങ്കിൽ നിനക്കത് കിട്ടും. From that moment, ആ നിമിഷം മുതൽ he started following Elijah. ഏലിയാവിനെ എലീശ വിടാതെ പിന്തുടരാൻ തുടങ്ങി. ടോയ്ലറ്റിൽ പോലും വിടില്ല മോനെ. I want the double portion of the anointing. ആമേൻ. എനിക്ക് നിന്റെ ഇരട്ടി പങ്ക് കിട്ടിയേ തീരൂ. And the time came. സമയം ഇതാ എത്തി. The whirlwind came down. ഇതാ ഒരു ചുഴലിക്കാറ്റ് പോലെ വലിയൊരു ശബ്ദം. Fiery chariots and fiery horses came down from heaven. അഗ്നിമയ രഥങ്ങൾ, ദൂതന്മാർ അവിടെ എത്തി. Hallelujah. ഹല്ലേലൂയ. And Elijah started going up. ഇതാ ഏലിയാവ് മുകളിലേക്ക് എടുക്കപ്പെടുകയാണ്. And Elisha was looking. എലീശ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And the mantle of Elijah fell from him upon Elisha. ഏലിയാവിൽ നിന്നും അവന്റെ പുതപ്പ് താഴെ നിന്ന് എലീശയുടെ മേൽ വന്നു വീണു. Hallelujah. ഹല്ലേലൂയ. Do you know what happened? എന്ത് സംഭവിച്ചു എന്നറിയാമോ? From that day, ആ ദിവസം മുതൽ he started ministering in the supernatural power. അവൻ വളരെ അത്ഭുതകരമായ ശക്തിയാൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. Hallelujah. ഹല്ലേലൂയ. He took that blanket, that mantle, ആ പുതപ്പ് തന്റെ കയ്യിൽ എടുത്ത് and struck Jordan. അവൻ യോർദാൻ നദിയെ അടിച്ചു. And split into two. ആ നദി രണ്ടായി പിളർന്നു. In his lifetime, അവന്റെ ജീവിതകാലത്ത് plus one miracle after his death, he did exactly the double of Elijah's miracles. അവന്റെ മരണത്തിന് ശേഷം ചെയ്ത ഒരു അത്ഭുതവും കൂടി കൂട്ടി കൃത്യമായിട്ട് ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി അത്ഭുതങ്ങൾ എലീശ ചെയ്തു. Elijah did 7 mighty miracles. Elisha did 14 mighty miracles. ഏലിയാവ് തന്റെ ജീവിതകാലത്ത് 7 അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ എലീശ 14 അത്ഭുതങ്ങൾ ചെയ്തു. Hallelujah. ഹല്ലേലൂയ. Do you get what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Your children carry a greater anointing. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അഭിഷേകമുണ്ട്. Your children carry a greater potential. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ കഴിവ് അവർക്കുണ്ട്. Hallelujah. ഹല്ലേലൂയ. Release them into the hands of the Lord. അവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. Send
Send them to Sunday school. അവരെ സൺഡേ സ്കൂളിൽ വിടുക. Send them to teens classes. അവർ ടീൻസിന്റെ വിഭാഗത്തിലേക്ക് അവർ വിടുക. Send them to the youth ministry. യുവാക്കന്മാരുടെ ശുശ്രൂഷയിലേക്ക് അവർ വിടുക. Let God start using them. കർത്താവ് ദൈവം ഉപയോഗിക്കുവാൻ ആരംഭിക്കട്ടെ. If the Lord is not using them, they are lost. ദൈവം അവരെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടവരാണ്. Hallelujah. Hallelujah. So Elisha had the double portion. എലീശയ്ക്ക് ഇരട്ടി പങ്ക് കിട്ടി. So in the New Testament there is no double portion or triple portion. Any number of portions you can receive. എന്നാൽ പുതിയ നിയമത്തിൽ അവിടെ ഇരട്ടി പങ്കുമെന്നില്ല, മൂന്നിരട്ടിയുമെന്നില്ല. എത്രയോ അളവുകൾ നിങ്ങൾക്ക് വേണമോ അത്രയും നിങ്ങൾക്ക് പ്രാപിക്കാം. Hallelujah. Hallelujah. The principle is this. തത്വം ഇതാണ്. The children should carry a greater anointing, a greater potential, a greater ability than the fathers and mothers. അവരുടെ പിതാക്കന്മാരെക്കാളും മാതാക്കന്മാരെക്കാളും അധികം അഭിഷേകം, അധികം കഴിവുകൾ അവർ വഹിക്കുന്നവരായിരിക്കണം. At the same time, അതുപോലെ തന്നെ our children are facing more severe challenges than we faced in their age. നമ്മൾ അവരുടെ പ്രായത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അഭിമുഖീകരിച്ചതിനേക്കാൾ വലിയ വെല്ലുവിളികളാണ് ഇന്ന് അവരുടെ മുൻപിലുള്ളത്. Sin is increasing everywhere. പാപം ദിവസം തോറും പെരുകുകയാണ്. The world is becoming worse and worse morally. ലോകം ധാർമ്മികപരമായി അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. The world, the mass media is in its peak today. Inna- Influence of the mass media. മീഡിയയുടെ സ്വാധീനം ഏറ്റവും അത്യുച്ചകോടിയിൽ നിൽക്കുകയാണ്. Our children are living and studying in the world of internet, Facebook and Twitter. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇന്റർനെറ്റിന്റെയും ഫേസ്ബുക്കിന്റെയും ട്വിറ്ററിന്റെയും ഒരു കാലഘട്ടത്തിലാണ് The ജീവിക്കുന്നത്. temptations and challenges our children face today are more severe and difficult than what we faced in their age. നമ്മൾ അവരുടെ പ്രായത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രലോഭനങ്ങളും കൂടുതൽ പ്രശ്നങ്ങളും വെല്ലുവിളികളുമാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരിടുന്നത്. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. So they need a greater anointing. അതുകൊണ്ട് അവർക്ക് വലിയ അഭിഷേകം തന്നെ വേണം. When Jesus was carrying the cross, യേശു ക്രൂശ് വഹിച്ചുകൊണ്ടപ്പോൾ the daughters of Jerusalem, they were weeping. യെരൂശലേം പുത്രിമാർ അവർ കരയുകയായിരുന്നു, വിലപിക്കുകയായിരുന്നു. And Jesus stopped there. യേശു അവിടെ നിന്നു. And Jesus said, daughters of Jerusalem, don't weep for me. യെരൂശലേം പുത്രിമാരെ എന്നെ ഓർത്ത് കരയണ്ട. Why? Because you cry for your children. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുവേ. If you read Luke chapter 23, നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 23 നോക്കുക. verse number 28, 28ാമത്തെ വചനം. Jesus says, weep for your children. യേശു പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുവിൻ. Why? Because the reason is written in verse number 29. അതിന്റെ കാരണം 29ാമത്തെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. A worse time is on the way. കാരണം ഒരു ദുർഘടമായ സമയം വരുന്നു. Hallelujah. Hallelujah. So you have to pray for them. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം. Fathers, lift your hands. പിതാക്കന്മാരെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാൽ, Mothers, lift your hands. മാതാക്കന്മാരെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാൽ, Jesus says, pray for your children. യേശു പറയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. Because they have to face a greater temptation, greater challenges in their അവരുടെ life. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രലോഭനങ്ങളാണ് അവർക്ക് നേരിടാനുള്ളത്. But I have a good news for you. പക്ഷേ എനിക്കൊരു ഒരു സദ്വാർത്തയുണ്ട്. Acts chapter 2, അപ്പോസ്തലപ്രവൃത്തി 2-ാം verse number അധ്യായം 17 17ാമത്തെ വചനം, and verse number 39. 39ാമത്തെ The വചനം. Bible says, in the last days, അന്ത്യകാലത്തിൽ I will pour out my spirit upon all flesh. സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. And the Bible says, വചനം പറയുന്നു, your sons and daughters shall prophesy. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. Did you listen to that? നിങ്ങളത് കേട്ടോ? I am speaking to all fathers and mothers. എല്ലാ മാതാപിതാക്കന്മാരോട് ഞാൻ സംസാരിക്കുന്നു. What will happen to your children? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും? What will happen to your sons and daughters? നിങ്ങളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്ത് The സംഭവിക്കും? Bible says, ബൈബിൾ പറയുന്നു, the power of the Holy Spirit shall come upon them. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ കടന്നു വരും. And they will start prophesying. അവർ പ്രവചിക്കുവാൻ ആരംഭിക്കും. Today they may not be prophesying. ഇന്ന് അവർ പ്രവചിക്കുന്നുണ്ടാകില്ലായിരിക്കാം. Today they may be wicked children. ഇന്ന് അവർ പാപത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം. But the Bible says, വചനം പറയുന്നു, my spirit will come upon them. എന്റെ ആത്മാവ് അവരുടെ മേൽ വരും. They will carry the word of God in their mouth. അവരുടെ അധരത്തിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് Not നടക്കുന്നവരായിരിക്കും. film songs and film dialogues and foul language, but the word of God shall come forth from their mouth. സിനിമാ പാട്ടുകളും സിനിമാ ഡയലോഗുകളും ചീത്ത കാര്യങ്ങളും അല്ല, ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവിക സന്ദേശങ്ങൾ, പ്രവചന ദൂതുകൾ അവരുടെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ In പോകുകയാണ്. the last days I will pour out my spirit upon your sons and daughters. അന്ത്യകാലത്ത് ഞാൻ നിങ്ങളുടെ പുത്രന്മാരുടെ മേൽ പുത്രിമാരുടെ മേലും എന്റെ ആത്മാവിനെ പകരും. Hallelujah. 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 Hallelujah.
സിസ്റ്റർ, ഈ സഹോദരൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഈ മകളുടെ ഒരു ഭാവന സന്ദീപ്. യെസ്, വലിയ വയറൊക്കെ ആയിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് ഇവൻ കഴിഞ്ഞ ഞായറാഴ്ച വരെ ഇവരിവിടെ ഉണ്ടായിരുന്നു. ഇത് അത്ഭുതം എന്നുള്ള പറയുന്നത് 4 വർഷമായി ഇവർ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. വളരെ ദുഃഖത്തോടും ഭാരത്തോടൊക്കെ ഒരു പ്രാർത്ഥിക്കുമായിരുന്നു. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഇത് ഇച്ചിരി പ്രോബ്ലമാണ്, കാരണം ഇദ്ദേഹത്തിന്റെ കൗണ്ട് വളരെ കുറവായിരുന്നു. 2013 ഒക്ടോബർ മാസം ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം ഇവർ കാണുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിലേക്ക് വരുന്നത്. ഈ സഹോദരൻ പറഞ്ഞു വെച്ചാൽ ലാസ്റ്റത്തെ ഒരു ലൈൻ പ്രാർത്ഥന മാത്രമേ ഞങ്ങളന്ന് കേട്ടിരുന്നുള്ളൂ. അന്ന് ഇതിങ്ങനെയായിരുന്നു: വിവാഹം കഴിഞ്ഞിരിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ കൈ കോർത്ത് പിടിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യേശു കർത്താവ് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ലൈൻ മാത്രമേ കേട്ടുള്ളൂ. ഡാമിയൻ ബ്രദർ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇവർ ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചു. ഈ സഹോദരൻ നെക്സ്റ്റ് മന്ത് ഈ മകൾ കൺസീവറായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒറ്റ പ്രാർത്ഥന കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രഗ്നന്റ് ആയി. അത്ഭുതം എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഇവിടെ ഞായറാഴ്ചകളിൽ വരവ് മുടങ്ങിയിട്ടില്ല. അന്ന് മുതൽ ആ വയറും വെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ ഇവിടെ വന്നു. ഈ കഴിഞ്ഞ 29-ാം തീയതി ആയിരുന്നു ഡെലിവറി. ഈ കഴിഞ്ഞ 20 കുഞ്ഞ് ജനിച്ചിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ. ചൂടാറാത്ത കുഞ്ഞുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് തിരിച്ച് കാലിക്കറ്റ് എന്തോ പോവാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കണം, സാക്ഷ്യമായിട്ട് പറയണം, ഡാമിയൻ ബ്രദറിനെ കൊണ്ട് കുഞ്ഞിനൊന്ന് പ്രതിഷ്ഠയും കൂടി നടത്തണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവർ ഇവിടെ വന്നിട്ടുള്ളത്. കൈകൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? എന്ത് കുഞ്ഞാണ്? ആൺകുഞ്ഞാണ്. ഹല്ലേലൂയ. ഒരു ദിവസം എന്ത് പേരിടും എന്ന് വെറുതെ ചുമ്മാ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഈ പേരുണ്ടോ കർത്താവ് അങ്ങനെ അവളുടെ അതരത്തിൽ കൊടുത്ത ജെ സന്ദീപ് എന്നാണ് പറഞ്ഞു വന്നത്. പിന്നെ ഞങ്ങളിരുന്ന് ആലോചിച്ചപ്പോൾ ജെ ഫോർ ജീസസ് എന്ന് കിട്ടി. അപ്പോൾ പിന്നെ യുഗ് ജീസസ് സന്ദീപ് എന്നാക്കിയതാണ്. കൈകൾ രണ്ടും ഈ കുഞ്ഞിൻ്റെ നേരെ നീട്ടി, മാതാപിതാക്കളുടെ നേരെ നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ്, യു ആർ എ ഗോഡ് ഓഫ് മിറക്കിൾസ്. ശൂന്യതകളെ നിറയ്ക്കുന്ന കർത്താവ്, ഈ ദാമ്പത്യ ജീവിതത്തിലെ ശൂന്യതയെ എടുത്തു മാറ്റിയതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയും. ഈ പൈതൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ വളർന്നു വരട്ടെ. ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒലിവ് തൈ പോലെ, ഒരു ഒലിവ് വൃക്ഷം പോലെ ദൈവിക അഭിഷേകത്തിൽ വളർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ ഭൃത്യനായി ഇവൻ വളരട്ടെ. പരിശുദ്ധാത്മാ പൈതൽ പ്രായം മുതൽ ഇവൻ്റെ മേൽ വസിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ചേർന്ന് മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമുള്ള എല്ലാ പാരൻറ്റിങ് സ്കിൽസും ഇവരുടെ മേൽ വന്ന് നിറയട്ടെ. കർത്താവിൻ്റെ ഭയത്തിലും ദൈവവചനത്തിലും ഈ കുഞ്ഞിനെ വളർത്തുവാൻ ആവശ്യമായ കൃപ, ഭൗതികവും ആത്മീയമായ സകലവും സപ്ലൈ ചെയ്യുവാൻ, ഈ പാരൻസിലൂടെ ഈ കുഞ്ഞിനാവശ്യമുള്ള സകലവും സപ്ലൈ ചെയ്യുവാൻ നീ ശക്തനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ പൈതലിനെയും മാതാപിതാക്കളെയും കുടുംബമായി ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങളടിച്ച് യേശുവിന് നന്ദി പറയാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇനി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയോടെ കർത്താവ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. സങ്കടങ്ങളോടെ, നിരാശയോടെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. എൻ്റെ ദൈവമേ, ഇപ്പോൾ തന്നെ അങ്ങയുടെ കൈകൾ ഇവരുടെ മേൽ, അങ്ങയുടെ ആണിപ്പാടുള്ള കരം ഇവരുടെ മേൽ അങ്ങ് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ സമയത്തുണ്ടാകേണ്ട ചലനങ്ങൾ, മാറ്റങ്ങൾ, കമിഴ്ന്ന് വീഴുന്നത്, ഇരിക്കുന്നത് ഒന്നും സംഭവിക്കാത്തത് കൊണ്ട്, അല്ലാതെ ആ മൈൽ സ്റ്റോൺസ് എല്ലാം സമയത്ത് നടക്കാത്തത് കൊണ്ട് വല്ലാത്ത വിധത്തിൽ വേദനയോടെ നിൽക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ കരം ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ മേൽ ചലിക്കാനായി തുടങ്ങട്ടെ. താങ്ക് യു ജീസസ്. ഈ സമയം അത്ഭുതകരമായി ആ കുഞ്ഞ് സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. വായ്ക്കകത്ത് കുരുക്കളുള്ള ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. അതുപോലെ തൊണ്ടയ്ക്കകത്ത് വല്ലാത്ത നീര് വെച്ചിട്ട് ഈ ഭാഗം മുഴുവൻ വല്ലാത്ത നീര് വെച്ച് വീർത്ത്
നിങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ വേദന അനുഭവിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ജോലി സംബന്ധമായി ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ജോലിയിൽ ഇനി പോകണ്ട, അവിടെ വല്ലാത്ത പ്രയാസങ്ങൾ നിമിത്തമായി ഇനി അവിടേക്ക് പോകണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ, കർത്താവെ അത്ഭുതകരമായ മാറ്റങ്ങൾ അവരുടെ ജോലി സ്ഥലത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ബാങ്കിൽ ചില ലോണുകൾ, ചില കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അതിനുള്ള സാധ്യതകളില്ല എന്നുള്ള റിപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ, കർത്താവ് അത്ഭുതകരമായി നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ലോണുകൾ, അതിൻ്റെ സാങ്ഷൻ അത്ഭുതകരമായി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ കർത്താവിനെ കാണിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള വേദനയും സങ്കടങ്ങളും നിരാശകളും യേശുവേ അങ്ങ് എടുത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ഭാരം ഏതാണെങ്കിലും, നിങ്ങളുടെ സങ്കടം ഏതാണെങ്കിലും, നിങ്ങളുടെ നിരാശകൾ എത്രയാണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ആത്മഹത്യ ഒരു പരിഹാരമല്ല, പകരം ജീവിച്ചിരുന്ന് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യവും വിശ്വാസവും ദൈവകൃപയും യേശു കർത്താവ് നിങ്ങൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് ധൈര്യമായി ജീവിതത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. അവിടെ വിവിധ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആ രാജ്യത്തിലെ നിയമങ്ങൾ, ജോലി സംബന്ധമായ നിയമങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മാറ്റുവാനായി പോകുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് വീണ്ടും എന്നോട് പറയുന്നു, ചില രാജ്യങ്ങളിൽ ജോലി സംബന്ധമായ നിയമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് മാറ്റുവാനായി പോവുകയാണ്. അത്ഭുതകരമായി പുതിയ നിയമങ്ങൾ, പുതിയ സാധ്യതകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാനായി പോവുകയാണ്. താങ്ക് യു ലോർഡ്. കർത്താവ് അത്തരം ചില വ്യക്തികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിയിൽ കർത്താവിൻ്റെ കരം അത്ഭുതകരമായി അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അടിക്കടിക്ക് ആശുപത്രിയിൽ കുടുംബത്തിലെ ഓരോ വ്യക്തികൾ മാറി മാറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അത് നിമിത്തമായിട്ട് പണത്തിൻ്റെ വല്ലാത്ത നഷ്ടം അനുഭവിക്കുന്ന ഒരു കുടുംബം, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിനകത്തേക്ക് രോഗസൗഖ്യം ഈ സമയത്ത് വന്ന് ചേരട്ടെ. ക്യാൻസറുകൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഏതുവിധ രോഗമാണെങ്കിലും ഇപ്പോൾ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും എല്ലാ രോഗികളും ഈ സമയത്ത് സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. അത്ഭുതകരമായ മാറ്റം, അത്ഭുതകരമായ വിടുതലുകൾ കർത്താവ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. കർത്താവെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞാനിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് വാച്ച് ചെയ്തതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമുക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളില്ല. അടുത്ത ആഴ്ചയിൽ കട്ടപ്പനയിലും അടിമാലിയിലുമാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തു. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, അതിൽ തുറന്നൊന്നായി വാഴ്ത്താം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം, കരങ്ങളുയർത്തി നന്ദി ചൊല്ലാം, തുറന്നൊന്നായി വാഴ്ത്താം. Hallelujah, 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 hallelujah.
എന്നെ വഹിച്ചതിനാൽ എനിക്കാകുലം ലേശമില്ല. അവൻ കരതലത്തിൽ എന്നെ വഹിച്ചതിനാൽ അവൻ കരതലത്തിൽ എന്നെ വഹിച്ചതിനാൽ എനിക്കാകുലം ലേശമില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചവൻ. Who was exceedingly happy when he saw Jesus? Options: A. Pilatus, B. Nicodemus, C. Zacchaeus, D. Herod. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.